ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഉംസലാൽ മുഹമ്മദിൽ വെച്ച് നടക്കുന്ന ഖത്തർ നാഷണൽ ഡേൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഗ്രാം ദർബൽ സായിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഖത്തറിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ പഴയ കാലത്തെ കൾച്ചർ പുതിയ തലമുറയിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി റെഡിയാക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഡിസംബർ 10 സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 20 വരെയാണ് ദർബൽസ ഉള്ളത്. ഫ്രീ ആണ് എൻട്രി ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ വിസിറ്റ് ചെയ്തോളൂ. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. വായോ നമുക്ക് കണ്ടിട്ട് വരാം. ആസ് യൂഷ്വൽ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് ഇത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നോർത്ത് സൂക്ക്, സൗത്ത് സൂക്ക്. നമുക്ക് ആദ്യം സൗത്ത് സൂക്ക് വിസിറ്റ് ചെയ്ത് നോക്കാം. നല്ല കിടിലൻ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ സൂക്കിലെ കൂടി ഇങ്ങനെ ആസ്വദിച്ച് നടക്കാൻ പറ്റും. കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഡ്രസ്സൊക്കെ ഉള്ള ഷോപ്പുകളാണുള്ളത്. നോക്കൂ ഗായ്സ്, അണിഞ്ഞൊരുങ്ങി നല്ല കുതിര സവാരി. ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കഴുത സവാരി. ആംബിയൻസിനാണ് പൈസ ഗായ്സ്. ആംബിയൻസ് വേറൊന്നും വേണ്ട. ഇവിടുത്തെ ആംബിയൻസിൽ വന്നിട്ടൊന്നിങ്ങനെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റിയ ഒരു ആംബിയൻസാണ്. നമ്മൾ ദോഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും വലനെയ്ത്തുണ്ട് കേട്ടോ. പോകുമ്പോൾ ഒട്ടകമ ജ്യൂസ് വെച്ചാലോ? നിയമമുണ്ട്. അന്നമനൽ അന്നമൽ അൽ ഒട്ടഹ, ആരോ ഒരുവൻ ഒട്ടകത്തെ തൊട്ടാൽ അൽ ഫത്തലു, അവനെ 10 ഊരി അടിക്കണമെന്നാണ് താരമരുഭൂമിയിലെ നിയമം. നല്ല ഫുഡ് ഹട്ടുകൾ നോക്കൂ ഗൈസ്. ജിമ്മിനി തട്ടുകടയാക്കി, ജിമ്മിക്കുട്ടനെ തട്ടുകടയാക്കി. ഇന്ന് ഫസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് തന്നെ വലിയ പരിപാടികളൊന്നുമില്ല. പക്ഷേ ഫ്രം ടുമോറോ എല്ലാം ഓക്കെ ആയി വരും. പക്ഷെ ഇന്ന് കൂടുതലും ഇവിടുത്തെ സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ വലിയ ക്രൗഡൊന്നും ഇല്ല. എവിടെ നോക്കിയാലും നമ്മൾ സ്വദേശികൾ മാത്രമേ കാണുന്നുള്ളൂ. ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് തന്നെ. നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ ഒരു ഏരിയ ആണ്, ഒരു സോണാണ്. ഇവിടെ ഒരുപാട് ഗെയിമുകളുണ്ട്. ഒരുപാട് ഗെയിമുകൾ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗെയിമുകൾ, പോലീസ് അക്കാദമി പോലുള്ള AR VR ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഗെയിം, വീഡിയോ ഗെയിംസ്, അങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ലാസ്റ്റ് ഇയറിലും വ്യത്യസ്തമായിട്ട് വളരെ മനോഹരമായിട്ട് പുതിയൊരു ഏരിയ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് എത്രയും പെട്ടെന്ന് വിസിറ്റ് ചെയ്ത് നോക്കി. കാണുന്ന QR കോഡും സ്കാൻ ചെയ്തിട്ട് നേരെ ക്യൂവിൽ നടക്കാം. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ടുണ്ടായ ഒരു പ്രോഗ്രാമാണ് സന ഖത്തർ. ആ സന ഖത്തർ ഇപ്രാവശ്യം ഉണ്ട്. അപ്പോൾ തിരക്കില്ലാതെ സമയം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് പോയിട്ട് സന ഖത്തറിൽ കയറിക്കും. ഇറ്റ്സ് അമേസിങ് പ്രോഗ്രാം. ലാസ്റ്റ് ഇയർ ഞാൻ ഓൾറെഡി വീഡിയോ കാണിച്ചുകൊണ്ട് അധികമൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്, വേറെ ലെവൽ. അങ്ങനെ വി എൻഡഡ് ടു സന ഖത്തർ. നിങ്ങളെ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രം ഓൺ ദ സ്പോട്ടിൽ സ്ക്രീനിൽ അത് ചലിപ്പിക്കുന്ന ചിത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഈ ഡാർക്ക്നെസ് മാറ്റിയിട്ട് ഞങ്ങളത് ആ ലൈറ്റിലേക്ക് പ്രവേശിക്കും. ഖത്തറിൻ്റെ ചരിത്രം മൊത്തം ഈ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും ഗൈസ്. കോർണീഷ് ഇതൊക്കെ സ്ക്രീനിൽ നമ്മൾ ഫോട്ടോ എടുത്താൽ നമ്മളെ ചെയ്തിട്ട് ഇവിടെ അറബി ലുക്ക് എന്ന് പറയുന്നത് നവാസാണ്. ഇറ്റ് ഈസ് അമേസിങ് ഗൈസ്. അതായത് നമ്മൾ ഡെസേർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തീൻ്റെ ഒരു സെറ്റപ്പ്, ചൂടാൻ തീൻ്റെ സെറ്റപ്പ്, ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ്. ഓ മൈ ഗോഡ്. പാറ്റിന് ശേഷം പുറത്തിറങ്ങി. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഖത്തറി ഹൗസ്. പഴയകാല ഖത്തറി ഹൗസ് വീടുകൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ആണ് പഴയ ഖത്തറി ഹൗസിന്റെ എൻട്രി. മജ്ലിസ്. പോലെ കിണറുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം മൂടിയിട്ടാണുള്ളത്. ഫ്രീ ലുക്കായി മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദർബൽസയുടെ കിടിലൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യുക ഖത്തറിലുള്ളവർ. കാരണം ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇതിൽ. വളരെ മനോഹരമായ കാഴ്ച, ഒരു സായാഹ്നം, നല്ല എൻജോയ് ആയി റിലാക്സ് ആയിട്ട് പോകാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.